ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജെനിറ്റൽ ഹെർപ്പസ് എന്നതാണ്. അത് നമ്മുടെ ഗുഹ്യഭാഗത്തുണ്ടാകുന്ന ഒരുതരം ചൊറിച്ചിലും തടിപ്പും ഒരു കൈൻഡ് ഓഫ് അലർജിയാണ്. പക്ഷേ ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് വൈറസാണ്. ഹെർപെക്സ് സിംപ്ലെക്സ് വൈറസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൈറസാണ് ഈ നമ്മുടെ ഗുഹ്യഭാഗത്തുണ്ടാക്കുന്ന ഈ ചൊറിച്ചിൽ വരുത്തുന്നത്. ഇതിന് ചൊറിച്ചിലെന്ന് മാത്രമല്ല നമ്മുടെ മൊത്തത്തിലുള്ള ഇമ്മ്യൂണിറ്റിയെ ഇത് ബാധിക്കുകയും അതുകൊണ്ട് മറ്റ് ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ വരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. ഈ ജെനിറ്റൽ ഹെർപ്പസിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജെനിറ്റൽ ഏരിയയിലും റെക്റ്റൽ ഏരിയയിലുമൊക്കെ ഒരു തടിപ്പ് പോലെ, റേസ്ഡ് ബംസ് എന്ന് നമ്മൾ മെഡിക്കലി പറയുകയാണെങ്കിൽ ഒരു തടിപ്പ് പോലെ വരും. അതിൽ ചൊറിച്ചിലുണ്ടാകും. ചിലപ്പോൾ അതിങ്ങനെ പൊള്ളി വളരെ സിവിയർ ആകുമ്പോൾ അതിങ്ങനെ പൊള്ളലായി മാറുകയും അതിൽ നല്ലൊരു പെയിൻ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ മേജർ ലക്ഷണം എന്ന് പറയുന്നത്. ഈ ജെനിറ്റൽ ഹെർപ്പസിൻ്റെ കാരണം വൈറസാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇത് ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൈറസാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇത് പകരുന്നത് ഈ വൈറസിൻ്റെ കോൺടാക്റ്റ് വഴിയാണ്. അതായത് നമ്മുടെ സെക്ഷൽ കോൺടാക്റ്റ് ആകാം, അല്ലാതെ തന്നെ ആ ഏരിയയിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ തൊട്ടിട്ട് അല്ലാണ്ട് നമുക്ക് അവർ ഉപയോഗിക്കുന്ന ഹെർപ്പസ് ഉള്ളവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴിയും വളരെ പെട്ടെന്ന് തന്നെ ഇത് പടരും. ടീ ബാഗ്, നമ്മുടെ ചായപ്പൊടിയല്ലാതെ ടീ ബാഗ് ഇപ്പോൾ നിറയെ പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടീ ബാഗ് ഒന്ന് നനച്ചിട്ട്, നല്ല തണുത്ത വെള്ളത്തിലൊന്ന് നനച്ചിട്ട് അപ്പോൾ തന്നെ അത് നല്ല കൊവുന്ന് വരും. അങ്ങനെയുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള വെറ്റായിട്ടുള്ള ടീ ബാഗ് ഈ നമുക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഒരു 5-10 മിനിറ്റ് വെച്ച് കൊടുക്കുമ്പോൾ നല്ലവണ്ണം അതിൽ നമുക്ക് ആ പെയിനും റിലീഫ് കിട്ടും. പിന്നെ ടാനിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ടീയിലുള്ള ആസിഡ് ഈ ഇച്ചിങ് നല്ലവണ്ണം, ചൊറിച്ചിൽ, നമുക്ക് അലർജിക് ആയിട്ടുള്ള ആ ചൊറിച്ചിൽ നല്ലവണ്ണം കുറയ്ക്കുകയും ചെയ്യും. ടീ ബാഗ് യൂസ് ചെയ്യുന്നത് നല്ല റെമഡിയാണ്. അതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു റെമഡിയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ കുഴച്ച് പേസ്റ്റ് പോലെ ആക്കി ഈ ഹെർപ്പസിൻ്റെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് തേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പഞ്ഞി നനഞ്ഞ വെറ്റായിട്ടുള്ള കോട്ടൺ ബോൾ എടുത്ത് ഇതിൽ മുക്കുമ്പോഴേക്കും അത് നല്ലവണ്ണം അതിൽ പിടിക്കും. എന്നിട്ട് അതങ്ങനെ വെച്ച് കൊടുത്താൽ ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ ഈ 2 തരത്തിലും ബേക്കിംഗ് സോഡ അപ്ലൈ ചെയ്യുന്നത് ഇച്ചിങ്ങിനും പെയിനും രണ്ടിനും ഒരു ടെമ്പററി ആയിട്ടൊരു റിലീഫ് തരും. അതുപോലെ തന്നെ ജെനിറ്റൽ ഹെർപ്പസിനുള്ള മറ്റൊരു റെമഡി നമ്മുടെ കറ്റാർവാഴ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കറ്റാർവാഴയുടെ അകത്തുള്ള ജെല്ല് ഇത്തരം എല്ലാ അലർജീസിനും ഇൻഫ്ലമേഷൻസിനുമൊക്കെ തൊലി പുറത്ത് വരുന്നതാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ്. വളരെ കൂളിംഗ് ആയിട്ടുള്ളൊരു കൂളൻ്റാണ്, ഒരു നാച്ചുറൽ കൂളൻ്റാണ് ഈ കറ്റാർവാഴ ജെല്ല്. ഇത് നമ്മുടെ ഹെർപ്പസിൻ്റെ ചൊറിച്ചിലും ബുദ്ധിമുട്ടുമുള്ള സ്ഥലത്ത് വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും റീറ്റെയിൻ ചെയ്താൽ വളരെ നല്ലതാണ്. നമ്മൾ കിടക്കുന്ന പൊസിഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാഫ് ആൻ അവറോളം ഇത് വെക്കാവുന്നതേ ഉള്ളൂ. ഈ ജെല്ലും നല്ലൊരു ഹോം റെമഡിയാണ്. ജെനിറ്റൽ ഹെർപ്പസിൻ്റെ ബുദ്ധിമുട്ടിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർഗാർമെൻറ്റ്സ് ഒരിക്കലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരുപാട് നേരത്തേക്ക് യൂസ് ചെയ്യുന്നത് അവിടുത്തെ എയർ സർക്കുലേഷൻ കിട്ടാതെ ആവുകയും അങ്ങനെ ഇത്തരം വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് സിവിയർ ആവുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ലൂസായിട്ടുള്ള അണ്ടർഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുക. അതുപോലെ ഫാബ്രിക്, കോട്ടൺ തുണിത്തരങ്ങൾ ഉപയോഗിക്കുക. കോട്ടൺ അല്ലാത്ത തുണിത്തരങ്ങൾ പ്രത്യേകിച്ചും ഈ സമ്മറിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ ഈ ഒരു അലർജീസിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ബുദ്ധിമുട്ടുള്ളപ്പോൾ കഴിവതും സെക്ഷൽ കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഈ റെമഡീസും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ഹെർപ്പസിൻ്റെ ബുദ്ധിമുട്ടിന് നമുക്ക് നല്ല റിലീഫ് കിട്ടും. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.